ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് ഹാർഡായി പോകുന്നുണ്ടോ? ഇന്ന് വളരെ സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഈസി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ മതി സോഫ്റ്റായ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ 1 കപ്പ് അളവിൽ വെള്ളം വെക്കുക. അതിലേക്ക് നമുക്ക് എടുക്കുന്ന മാവിന് കണക്കാക്കി ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതേ രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. നല്ല രീതിയിൽ അടി പിടിക്കാത്ത രീതിയിലും കട്ട കെടാത്ത രീതിയിലും വേണം നമ്മളതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ചൂടിൽ വേണം ഈ ഒരു മാവിൻ്റെ ചൂടിൽ തന്നെ വേണം നമുക്ക് ഗോതമ്പ് മാവ് പിന്നെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 2 കപ്പ് ഗോതമ്പ് മാവിൽ 1/2 കപ്പ് ഗോതമ്പ് മാവാണ് ഈ രീതിയിൽ നമ്മളൊന്ന് കുറുക്കിയെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളമൊന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് ആ ഒരു നനവിൽ തന്നെ നമുക്ക് ഈ ചപ്പാത്തി കുഴച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എടുക്കുന്നതിൽ ഒട്ടും ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു നനവിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മാവ് ഒത്തിരി നമുക്ക് അയക്കാനും നമുക്കത് ബുദ്ധിമുട്ടില്ല. നമുക്കത് കുഴച്ചെടുക്കാനും ഒരു പാടില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് കുഴച്ചെടുക്കാനും പറ്റും. ഈ രീതിയിൽ അങ്ങനെ ഞാൻ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം നമുക്കൊന്ന് ചെറിയൊരു ബോളാക്കി എടുക്കണം. ഒരു 10 മിനിറ്റ് ഞാനിനി അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ എടുത്തിട്ട് എല്ലാം ചെറിയൊരു ബോളാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് എടുക്കാം. അങ്ങനെ 2 കപ്പ് അളവിലാണ് നമുക്ക് ഇത്രയും ചപ്പാത്തിക്കുള്ള ബോൾ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അത് ചപ്പാത്തി പലകയിലോ എങ്ങനെ ആയാലും നമുക്ക് നമ്മുടെ സൗകര്യാനുസരണം നമുക്കത് പരത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് പരത്തിയെടുക്കാനും പാടില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് പരത്തിയെടുക്കാനും പറ്റും. അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. എല്ലാ ചപ്പാത്തി ഇതേ രീതിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് നെയ്യ് ചേർത്ത് ഇതേപോലെ പാനിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ചപ്പാത്തി ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതേ രീതിയിലാണ് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. നല്ല രീതിയിൽ ചപ്പാത്തി പൊങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തി വൈകിട്ടായാലും അതേ സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്.